ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. അനുതാപ ഹൃദയത്തോടെ സങ്കീർത്തകനായ ദാവീദ് കർത്താവിനോട് ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. വളരെ അർത്ഥപൂർണമായ പ്രാർത്ഥന. നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ കൃപാവരങ്ങളെ സ്വന്തമാക്കുവാൻ, നിത്യജീവൻ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഈ തപസ് കാലത്ത് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന സകല പാപങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ ജീവിതത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ സകല ഭാരങ്ങളെയും, നമ്മെ അലട്ടുന്ന വിട്ടുമാറാത്ത പാപത്തിന്റെ സകലവിധ തഴക്ക ദോഷങ്ങളെയും, നമ്മുടെ ഭവനങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ, ആകുലതകൾ എല്ലാം നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ ഫലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് ഹൃദയം നുറുകി നിലവിളിക്കുക. കർത്താവ് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണം. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ ആത്മാവേ വരണമേ. ദൈവത്തിന്റെ ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. വചനമയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണം. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകണമേ. ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ വചനത്തിനായി ഹൃദയത്തെ തുറക്കണമേ. ഹൃദയത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അനുതാപം നൽകണമേ. അനുതാപം നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അനുതാപം നൽകണമേ. ഞങ്ങൾക്ക് അനുതാപം നൽകണമേ. ഹൃദയ തകർച്ചയോടെ നിലവിളിക്കുവാൻ, ഹൃദയ തകർച്ചയോടെ നിലവിളിക്കുവാൻ കൃപ ചെയ്യണമേ. കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരഘോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ റുഹായുടെ കാറ്റ് നമ്മുടെ ജീവിതങ്ങളിൽ വീശി അടിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകമാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. പരിശുദ്ധാത്മാവിനെ പ്രസാദകരമായ ജീവിതങ്ങളായി, കുടുംബങ്ങളായി നമ്മളെല്ലാം മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ച് കരഘോഷത്തോടെ നമ്മൾ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഉയരത്തിലെ കാറ്റ് അടിച്ചിടട്ടെ, പരിശുദ്ധാത്മാ കാറ്റ് വീശിയടിക്കട്ടെ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തുക പരിശുദ്ധാത്മാവേ. ഇവിടെ കത്തിയിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. കർത്താവേ, അനുതാപം തരണമേ. പശ്ചാത്താപം, നിശാഗ്രമായ അനുതാപം നൽകണമേ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. കൃപ തരണമേ.
നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മശക്തി എങ്ങുമേ നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. തീരത്തിലെ കാറ്റ് വീടയാടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നവീകരിക്കുക, ഞങ്ങളെ വിശുദ്ധീകരിക്കുക, ഞങ്ങളെ അഭിഷേകം ചെയ്യുക, ഞങ്ങളെ എംപവർ ചെയ്യുക. Come Holy Spirit, come Holy Spirit, come Holy Spirit, come Holy Spirit, come Holy Spirit. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്നൊരു മനസ്സോടെ നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, കർത്താവിന്റെ ആത്മാവേ, ശക്തിയോടെ വരണമേ, മഹത്വത്തോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ, വചനമായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്വർഗത്തിന്റെ തീ കത്തട്ടെ, റൂഹായുടെ കാറ്റടിക്കട്ടെ. പാപശക്തികള്, തിന്മയുടെ ശക്തികള്, പൈശാചിക പീഡകള്, നാരിക ബന്ധനങ്ങള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, സകല പാപങ്ങളിൽ നിങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ നിർമ്മലനാക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ. ഞങ്ങൾ അഭിഷേകം ചെയ്യുക. Anoint us. Oh Spirit, anoint us, anoint us. Hallelujah, hallelujah. പരിശുദ്ധ മാതാവേ, അനുതാപ ഹൃദയത്തോടെ ജീവിക്കുക ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. ശൗസപിതാവേ, പരിശുദ്ധ സഭയുടെ പാലക പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു. സകല വിശുദ്ധരെ മലാക്കമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന, അനുതാപത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുതാപത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഈ നോമ്പ് കാലത്തിൽ നമ്മളതിൻ്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ ദിനങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഈ തപസ് നാളിൽ കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? റിപ്പന്റ്, റിപ്പന്റ്, അനുതപിക്കുക, അനുതപിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരിയേറെ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതപിക്കുവാനുണ്ട്. നമ്മുടെ അവിശ്വസ്തതകളെ ഓർത്ത്, നമ്മുടെ അശുദ്ധികളെ ഓർത്ത്, വിശ്വാസരാഹിത്യത്തെ ഓർത്ത്, ആത്മീയ മന്ദോഷതയും അനാസ്ഥകളെയും ഓർത്ത്, കർത്താവിനോട് നമ്മൾ കാണിക്കുന്ന അനുസരണക്കേടുകൾ, കർത്താവിൽ നിന്നുള്ള ആശ്രയത്വം മാറിപ്പോകുന്നത്, എത്രയെത്രയോ കാര്യങ്ങളെ പ്രതി നമ്മൾ അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കേണ്ട നാളുകളാണിത്. അനുതപിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും നമ്മളിലേക്ക് കൃപകൾ വർഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. അനുതാപത്തിന് വലിയ പവറുണ്ട്. ഏത് ബന്ധന കെട്ടുകളെ പൊട്ടിക്കുവാനും,
എത്ര വലിയ പൈശാചിക പീഡകളെ നിർവീര്യമാക്കുവാനും എന്തുമാത്രം സാത്താൻ ആധിപത്യങ്ങളെ തകർത്ത് കളയുവാനുള്ള അത്ഭുത ശക്തി നമ്മുടെ അനുതാപത്തിനുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം തിരുവചനം, അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അനുതാപത്തിന്റെ ആവശ്യകത കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അനുതപിക്കുന്നില്ലെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ ഇന്ന് അനേകരുടെ നാശത്തിനും പരാജയത്തിനും നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ തകർച്ചകളുടെയും ദുരന്തങ്ങളുടെയും ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അനുതാപമില്ലായ്മയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കഠിനതയാണ്. എവിടെ കഠിന ഹൃദയമുണ്ടോ അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ നശിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള വ്യക്തിപരമായ മുന്നറിയിപ്പാണ്. നമ്മുടെ കുടുംബങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. നമ്മുടെ സഭാ സമൂഹങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിക്കുമുള്ള മുന്നറിയിപ്പാണ്. അനുതപിക്കുന്നില്ലെങ്കിൽ നാശം, അനുതപിക്കുന്നില്ലെങ്കിൽ നാശം. കർത്താവ് തന്റെ സഭയെ നോക്കി, താൻ വിളിച്ചവരെ നോക്കി ആവർത്തിച്ച് ഈ സന്ദേശം പ്രഖ്യാപിക്കുകയാണ്. കർത്താവിന്റെ ആഗ്രഹം എന്താ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 30-ാം വചനത്തിൽ കാണുന്നുണ്ട്. അജ്ഞതയുടെ കാലഘട്ടം കർത്താവ് കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം എന്താ സഹോദരങ്ങളെ? അനുതാപ ഹൃദയത്തോടെ നാം ജീവിക്കണം. സകലരും അനുതപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ, തന്റെ പ്രാരംഭ സുവിശേഷ പ്രഘോഷണത്തിൽ കർത്താവ് എന്താണ് നമ്മെ പഠിപ്പിച്ചത്? മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. റിപ്പന്റ്, ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. സമയം സമാഗതമായി, സമയം അടുത്തിരിക്കുന്നു. അനുതപിച്ച് കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അനുതാപത്തിലൂടെ സ്വർഗം നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അനുതാപത്തിന്റെ കൃപ കടന്നു വരുമ്പോൾ പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അവിശ്വസ്തതകളെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അനുസരണക്കേടുകളെ ഓർത്ത്, പലപ്പോഴും കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളെ ഓർത്തൊക്കെ അനുതാപ ഹൃദയത്തോടെ നമ്മൾ നിലവിളിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദവും കൃപയുടെ കവിഞ്ഞൊഴുക്കും പലപ്പോഴും അനുഭവിക്കുവാൻ കർത്താവ് കരുണ കാണിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ മാത്രം ഒരു അനുഭവമല്ല, നമ്മിൽ അനേകർക്ക് ഇതേ അനുഭവം കർത്താവ് പലപ്പോഴും നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കുറച്ച് നാളുകൾ മുൻപ് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വ്യക്തിപരമായി എന്നെ പ്രചോദിപ്പിച്ചൊരു കാര്യമാണ്, ഒത്തിരിയേറെ നീ അനുതപിക്കണം. നമ്മൾ ഒത്തിരിയേറെ അനുതപിക്കേണ്ട സമയമാണത്. പലപ്പോഴും അനുതാപത്തിന്റെ ആവശ്യകത തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ കഠിന ഹൃദയരായി മാറുന്നുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നാം നമ്മെ തന്നെ പരിശോധിക്കണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്ന പല അസ്വസ്ഥതകളെയും കാരണം അനുതാപം നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മുടെ സമൂഹങ്ങളിലാകട്ടെ, സഭയിലാകട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലാകട്ടെ, പല
കലുഷിതമായ പലവിധത്തിലുള്ള പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളുടെ കാരണം അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അനുതപിക്കുമ്പോൾ കൃപയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകും. അനുതപിക്കുന്നിടത്ത് പരിശുദ്ധാത്മ ശക്തിയുടെ പ്രവാഹമുണ്ടാകും. അനുതപിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവിന്റെ കൃപ പെയ്തിറങ്ങും. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് വചനം പറയുന്നു. വെളിപാട് പുസ്തകം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ 7 സഭകൾക്കുള്ള ദൂത് കർത്താവ് പറയുന്നുണ്ട്. വെളിപാട് 2:5 പറയുന്നു, എഫെസസിലെ സഭയോട് റിപ്പന്റ്, അനുതപിക്കുക, ഇല്ലെങ്കിൽ നിന്റെ ദീപപീഠം ഞാൻ ആ സ്ഥാനത്ത് നീക്കിക്കളഞ്ഞ റിമൂവ് ചെയ്യും. റിപ്പന്റ്. വീണ്ടും വെളിപാട് 2:16 പറയുകയാണ്, തീത്തിരയിലെ സഭയെ നോക്കി അനുതപിക്കുക, നീ നടത്തുന്ന തെറ്റായ പ്രബോധനങ്ങളെ പ്രതി അനുതപിക്കുക. പെർഗാമസിലെ സഭയോട് പറയുന്നു, നിന്റെ അശുദ്ധ ജീവിതത്തെ പ്രതി റിപ്പന്റ്, അനുതപിക്കുക. സാർദീസിലെ സഭയോട് പറയുന്നു, അനുതപിക്കുക. ലവോദിക്കയിലെ സഭയോട് പറയുന്നു, വെളിപാട് 3:19 നീ അനുതപിക്കുക, തീഷ്ണതയുള്ളവനാകുക. സഹോദരങ്ങളെ, അനേക പ്രാവശ്യം കർത്താവ് പറയാ റിപ്പന്റ്, റിപ്പന്റ്, റിപ്പന്റ്. എന്താണ് അതിനർത്ഥം? അത്രമാത്രം പ്രാധാന്യമുണ്ട് അനുതാപത്തിന്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നമ്മൾ അനുതപിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാമത്തെ ബ്ലെസ്സിങ് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 15:7 കർത്താവ് പറയുന്നത്, അനുതപിക്കുന്നൊരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. സ്വർഗത്തിൽ വളരെയധികം സന്തോഷം വരുന്ന എപ്പോഴാ? ഒരു പാപി അനുതപിക്കുമ്പോൾ. ഞാനും നിങ്ങളും അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ വിശുദ്ധർക്കും മാലാഖമാർക്കും പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പ് പിതാവിനും സ്വർഗവാസികൾ മുഴുവൻ ആനന്ദിക്കുകയാണ്. കൂടുതൽ സന്തോഷമുണ്ടാകും. നരകത്തിൽ കൂട്ടക്കരച്ചിലായിരിക്കും. കർത്താവ് ഈ പ്രോമിസ് പറഞ്ഞത് അനുദപിക്കുന്ന അനുഭവങ്ങളിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ, നിങ്ങൾ വചനം പങ്കുവെക്കുമ്പോൾ അതൊക്കെ സ്വർഗത്തിൽ ആനന്ദമുണ്ട്. പക്ഷേ കൂടുതൽ ആനന്ദമുള്ളത് അനുദപിക്കുമ്പോൾ. എവിടെ റിപ്പന്റൻസ് ഉണ്ടോ അവിടെ ആനന്ദമുണ്ട്. സ്വർഗത്തിൽ കൂടുതൽ ആനന്ദമുണ്ടാകുന്നു. രണ്ടാമത്തെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, അനർത്ഥങ്ങള്, തകർച്ചകള് മാറിപ്പോവുകയാണ്. അനുതാപത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നിടത്ത് അനർത്ഥങ്ങള്, നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ള ചില അനർത്ഥങ്ങള്, ഈ അനർത്ഥങ്ങളൊക്കെ മാറിപ്പോകുവാൻ, ഇല്ലാതാകുവാൻ, അതൊക്കെ നിർവീര്യമാകുവാനുള്ള വഴി എന്താ? കുടുംബം ഒന്നിച്ച് അനുദപിക്കർത്താനും ദൈവകൽപ്പനയുടെ ലംഘനങ്ങള്, ദൈവവചനത്തോടുള്ള അനുസരണക്കേട്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദൈവനിന്ദാപരമായ പ്രവൃത്തിദോഷങ്ങൾ, ഒത്തിരിയേറെ തലങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടും. കർത്താവിൻ്റെ ക്രോധം കരുണയായി മാറ്റപ്പെടുമെന്ന് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അനർത്ഥങ്ങൾ, തകർച്ചകൾ മാറിപ്പോകുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലാണ് നമുക്ക് 22-ാം അധ്യായം 19-20 വചനങ്ങൾ. രാജാവായ ജോസിയ കർത്താവിൻ്റെ ആ നിയമഗ്രന്ഥം അത് കേട്ടുകഴിഞ്ഞപ്പോൾ, ആ വചനങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനുതാപ ഹൃദയത്തോടെ തൻ്റെ പൂർവികരെ ഓർത്ത്, അവരോട് വന്നുപോയ അവിശ്വസ്തതകളെ ഓർത്ത്, അനുസരണക്കേടുകളെ ഓർത്ത്, കർത്താവിനോട് കാണിച്ച അവഹേളനങ്ങളെ ഓർത്ത് എല്ലാം നിലവിളിച്ച് വസ്ത്രം കീറി അനുതാപ ഹൃദയത്തോടെ രാജാവായ ജോസിയെ നിലവിളിച്ച്, കർത്താവേ കരുണ കാണിക്കണമേ, കർത്താവേ എന്നോടും എൻ്റെ ജനത്തോടും കരുണ കാണിക്കണമേ. അത് രക്ഷാകരമായ അനുതാപമാണ്. ജോസിയെ നിലവിളിച്ച് അനുതാപത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം എന്താ? 20-ാമത്തെ ഞാൻ ആ വചനം വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും, നീ
സമാധാനത്തോടെ കല്ലറ പോകും. ഞാൻ ഈ സ്ഥലത്ത് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. ഈ വചനം ഞാൻ നിന്നെ അറിയിക്കുന്നു. അനർത്ഥങ്ങൾ മാറിപ്പോവുകയാണ്. ജോസിയുടെ കാലത്ത് കർത്താവ് അവന്റെ രാജ്യത്തിന് സമാധാനം കൊടുക്കുക, സ്വസ്ഥത കൊടുക്കുകയാണ്. അനർത്ഥങ്ങൾ മാറിപ്പോകുന്നു, തകർച്ചകൾ നീങ്ങിപ്പോകുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ജോസി അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നാം അനുദപിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല അനർത്ഥങ്ങളും മാറും. അത് സഭയിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, നമ്മൾ കാണുന്ന പല പല അനർത്ഥങ്ങൾ മാറിപ്പോയി. അവിടെയെല്ലാം കൃപയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകും. മൂന്നാമത്തെ ബ്ലെസ്സിങ്, ജഡ്ജ്മെന്റ്സ്, ശിക്ഷാവിധികൾ മാറിപ്പോവുകയാണ്. യോന പ്രവാചകന്റെ പുസ്തകം 3:1 കർത്താവ് യോനയോട് പറയും, യോന നീ എഴുന്നേറ്റ് നിനവെ പട്ടണത്തിലേക്ക് പോവുക. 2, 3, 4 വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ആ പട്ടണത്തിൽ പ്രവേശിച്ച് പ്രവാചകനായ യോന കർത്താവിന്റെ ആലോചന അറിയിക്കുകയാണ്. നിങ്ങൾ അനുതപിക്കുക, 40 ദിവസത്തിനുള്ളിൽ ഈ പട്ടണം നശിപ്പിക്കപ്പെടും, ഇതിന് നാശമുണ്ടാകും. ഈ വചനം കേട്ടപ്പോൾ രാജാവടക്കം നിനീവെ നിവാസികൾ മുഴുവൻ ചാക്കെടുത്ത് ചാരം പൂശി ഒരു ഉപവസിച്ച് നിലവിളിയോട് അനുതപിച്ചു പ്രാർത്ഥിച്ചു. 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ജനത്തിന് അനുതാപം കണ്ടപ്പോൾ, അവരുടെ പാപങ്ങളെ വിട്ടൊഴിഞ്ഞ് അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ചപ്പോൾ, തെറ്റിപ്പോയി ദൈവമേ, തെറ്റിപ്പോയി ദൈവമേ, അവർ കർത്താവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഇവിടെ നിന്ന് വിലാപം ഉയരുകയാണ്. കർത്താവ് മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുന്ന ക്രോധം പിൻവലിച്ചു എന്ന് പറയുന്നത്. 9-ാം വചനത്തിൽ പറയാണ്, ജനം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്മാറിയപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചു. ഇത് പഴയ നിയമത്തിന്റെ ഒരു പ്രമാണം മാത്രമല്ല സഹോദരങ്ങളെ. കർത്താവിന്റെ ക്രോധം കരുണയായി മാറുകയാണ് എപ്പോൾ നമ്മൾ അനുതപിക്കുമ്പോൾ. കർത്താവിന്റെ ക്രോധം കരുണയായി മാറ്റപ്പെടുകയാണ് ദൈവജനം അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കുമ്പോൾ. യോനാ പ്രവാചകന്റെ ജീവിതത്തിലൂടെ സ്വർഗം തരുന്ന സന്ദേശം എന്താണ്? അനുതാപത്തിന്റെ പ്രാധാന്യമാണ്. യോന പ്രവാചകന്റെ അടയാളം എന്താണ്? അനുതാപത്തിന്റെ അടയാളമാണ്. മറ്റൊന്നുമല്ല, അനുതാപത്തിന്റെ അടയാളം. ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അനുദപിക്കുക എന്നുള്ളതാണ്. അനുദപിക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ ബ്ലെസ്സിങ് എന്താ പ്രിയപ്പെട്ടവരെ? 4-ാമത്തെ ബ്ലെസ്സിങ് നമ്മുടെ അനോയിന്റിങ് വർദ്ധിക്കുകയാണ്. നമ്മുടെ മേലുള്ള ആത്മശക്തി വർദ്ധിക്കുകയാണ്. ആദ്യ പെന്തക്കോസ്തയിൽ പത്രോസ്ലിയുടെ പ്രസംഗം കേട്ടപ്പോൾ ദൈവജനം ഹൃദയം നുറുങ്ങി പറഞ്ഞു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് പറഞ്ഞു, റിപ്പന്റ്, അനുദപിക്കുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. നിങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കും. ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകത്തിൽ വളരുവാൻ, ആത്മശക്തിയിൽ നിരന്തരം നമ്മൾ ഉജ്ജ്വലിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനുതാപം. എവിടെ അനുതാപമുണ്ട് അവിടെ അഭിഷേകമുണ്ട്. അവിടെ പരിശുദ്ധാത്മ ശക്തിയുടെ വെളിപ്പെടലുണ്ട്. യെസ്, അനുദപിക്കുമ്പോൾ അഭിഷേകം വർദ്ധിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അതാണ് യെശയ്യാ പ്രവചനം 57:15 പറയുന്നത്, അനുതാപ ഹൃദയരോട് കൂടെ ഞാൻ വസിക്കും. ഇവിടെ അനുതാപമുണ്ടോ അവിടെ പ്രസൻസ് ഓഫ് ഗാഡ് ഉണ്ട്. അവിടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ കഠിനതയാണ്, അനുതാപമില്ലായ്മയാണ് കർത്താവിനെ അനുഭവിക്കുവാനും കർത്താവിനെ കാണാനും കേൾക്കാനും നമ്മൾ തടസ്സമായി നിൽക്കുന്നത്. ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ പാപം കുടികൊണ്ടിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിനെ കാണുവാൻ, അനുഭവിക്കുവാൻ പറ്റുമായിരുന്നില്ല. അനുതാപ ഹൃദയരിൽ കർത്താവിൻ്റെ നിർമ്മലമായ സാന്നിധ്യം വസിക്കുന്നു. എന്തുമാത്രം ബ്ലെസ്സിങ്സ് ആണ് അനുതാപത്തിലൂടെ സ്വർഗം തരുന്നത്. ഈ തപസ് നാളുകളുടെ അവസാന നാളുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വലിയ ആഴ്ചകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉണർത്തുന്നു, എൻ്റെ ജനമേ അനുതപിക്കുക, റിപ്പന്റ്, റിപ്പന്റ്.
ഇത് അനുദപിക്കുവാനുള്ള സമയം, കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയം, സകല പാപങ്ങളെയും വിട്ടുപേക്ഷിക്കുവാനുള്ള സമയം. സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പിന്റെ ദൂത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് കൂടുതൽ ദൈവാനുഗ്രഹവും കൃപയുമുള്ളവരാകാം. നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപയുടെ കുടുംബങ്ങളാകുവാൻ, നമ്മുടെ സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിന് തീയുള്ള സമൂഹങ്ങളായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,